ഇന്ന് നമുക്ക് വന്നിരിക്കുന്നൊരു പേഷ്യൻറ്റ് ഒരു ഫോർഡ് ഫിഗോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഫിഗോയുടെ കംപ്ലയിൻറ്റ് വേറൊന്നുമല്ല, നല്ല രീതിയിലുള്ള ഇൻറ്റേർണൽ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ടർബോയിലൂടെ ഓയിൽ ലീക്കായിട്ട് എഞ്ചിനിലേക്ക് കയറി നല്ല രീതിയിൽ കത്തുന്നുണ്ട്, നല്ല പുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടർബോ മാറ്റിവെക്കൽ സർജറി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ടർബോയും കാര്യങ്ങളൊക്കെ അഴിച്ചു നോക്കി. നല്ല രീതിയിലുള്ള ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള ടർബോ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ടർബോയ്ക്ക് മെയിനായിട്ട് രണ്ട് ഭാഗങ്ങളാണുള്ളത്, ഒന്ന് ടർബൈൻ സെക്ഷനും പിന്നെ ഒന്ന് കംപ്രസർ സെക്ഷനും. ഇപ്പോൾ ഈ കാണുന്നതാണ് കംപ്രസർ സെക്ഷൻ. ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു വീല് കംപ്രസർ വീൽ എന്ന് പറയും. ഈ ഒരു വീല് കറങ്ങുമ്പോഴാണ് ഫയറിങ്ങിന് ആവശ്യമായിട്ടുള്ള എയറിനെ ടർബോ എഞ്ചിനിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീല് തനിയെ കറങ്ങൂലല്ലോ, വെറുതെ കറങ്ങൂല. അപ്പോൾ ഈ ഒരു വീലിനെ കറക്കാനുള്ള ഒരാളാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്, ടർബൈൻ വീല്. അപ്പോൾ ഈ ഒരു ടർബൈൻ വീലാണെങ്കിലും തനിയെ കറങ്ങൂല. അപ്പോൾ ഈ വീലിനെ കറക്കുന്ന ഒരാളാണ് ഇവിടെയുള്ളത്. ഇതിനെ ടർബൈൻ ഹൗസിംഗ് എന്ന് പറയും. ഈ ടർബൈൻ ഹൗസിങ്ങിലുള്ള ഈ ഒരു വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സോസ്റ്റ് ഗ്യാസ് ഇതിൽ കയറി വരും. അപ്പോൾ ആ ഗ്യാസിൻ്റെ പവർ കൊണ്ടിട്ട് ടർബൈൻ വീല് കറങ്ങും. അങ്ങനെ ടർബൈൻ വീല് കറങ്ങുമ്പോൾ കംപ്രസർ വീല് കറങ്ങി എയറിനെ എഞ്ചിനിലേക്ക് എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഈ കാണുന്നത് പഴയ ടർബോ ആണ്, ചേഞ്ച് ചെയ്ത ടർബോ ആണ്. ഇതാണ് നമ്മൾ പുതിയ ടർബോ. പുതിയതെന്ന് പറയാൻ പറ്റില്ല, സെക്കൻഡാണ്. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ ഒരു ഫിഗോ പോലുള്ള വാഹനങ്ങൾ, ഡീസൽ എഞ്ചിനിൽ ഉള്ള വാഹനങ്ങളിൽ മെയിനായിട്ട് കോമൺ ആയിട്ട് കാണുന്നൊരു കംപ്ലയിൻ്റാണ് ഈ ടർബോയുടെ ഇഷ്യൂ. അപ്പോൾ എന്തായാലും നമുക്ക് വെച്ച് നോക്കാം. കൊടുക്ക്. ഇപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ടർബോ അടിപൊളിയാണ്, സൂപ്പറാണ്, ഓക്കെയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ചെറിയ കംപ്ലയിൻസ് ഒക്കെ ഉണ്ട്, എങ്കിലും മറ്റേതിനേക്കാൾ, നേരത്തെ ഇതിനേക്കാൾ ബെറ്ററാണ് എന്ന് പറയാം. അതേ ഉള്ളൂ. ചെറിയ വിസിലിംഗ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുപോലെ പല ആളുകളും പറയാറുണ്ട്, ടർബോ കംപ്ലയിൻ്റായി ഓയിൽ ലീക്ക് ആകുന്നുണ്ട്, ടർബോയിലൂടെ ഓയിൽ അടിക്കുന്നുണ്ടെന്നൊക്കെ പല ആളുകളും പറയാറുണ്ടെങ്കിലും ഏറെക്കുറെ ആളുകൾക്ക് അത് എങ്ങനെയാണ് എന്നറിയില്ല. അപ്പോൾ ഈ വണ്ടി വന്നപ്പോൾ ഉള്ളൊരവസ്ഥ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ടർബോ കംപ്ലയിൻ്റ് ആയിട്ട് എഞ്ചിനിലേക്ക് ഓയിൽ അടിക്കുന്നത്. ഇനി ആരും കണ്ടില്ലെന്ന് പറയുന്നത്.